ചെന്നൈ ക്രിസ്ത്യൻ മീഡിയ സെൻ്ററിൻ്റെ തിരുവനന്തപുരം സ്വർഗസുധയുടെ നേതൃത്വത്തിലുള്ള ക്രിസ്തീയ ഗാനമേളയാണ് ഇവിടെ ക്രമീകരിച്ചിരിക്കുന്നത്. ഇതിനു വേണ്ടുന്ന എല്ലാ ക്രമീകരണങ്ങളും ചെയ്യുന്നതിനും ഈ ഗാനമേള ഇവിടെ ക്രമീകരിക്കുന്നതിന് വേണ്ടുന്ന മുഴുവൻ ചുമതലകളും ഏൽപ്പിച്ചിരിക്കുന്നത് കാട്ടാക്കട ഇമ്മാനുവേൽ ലൂതറൻ ചർച്ചിനെയാണ്. ആ ചർച്ചിൻ്റെ ഭാഗം കൂടെയായിട്ടാണ് ഈ പ്രോഗ്രാം ഇവിടെ ക്രമീകരിച്ചിരിക്കുന്നത്. ഈ ഗാനമേളയുടെ ആലോചന തുടങ്ങിയ സമയം മുതൽ തന്നെ പ്രാർത്ഥനയുണ്ടായിരുന്നു. ഈ ഗാനമേള എന്ന സ്വപ്നം സാക്ഷാത്കരിക്കപ്പെടുന്ന ഈ സമയം വരെയും പ്രാർത്ഥനയുണ്ടായിരുന്നു. ഈ ഗാനമേളയുടെ വിജയത്തിനു വേണ്ടി ഗാനമേളയുടെ മറ്റെല്ലാ ചുമതലകളും മാറ്റിവെച്ച് ഒരു ചെറിയ ഗ്രൂപ്പിനെ പ്രാർത്ഥനയ്ക്കായി വേർതിരിച്ചിരുന്നു. അവരെല്ലാ ദിവസവും പ്രാർത്ഥിക്കും. വെള്ളിയാഴ്ച ദിവസങ്ങളിൽ കുറച്ച് കൂടുതൽ സമയമെടുത്ത് പ്രാർത്ഥിക്കും. അങ്ങനെ അവരുടെയും നിങ്ങളുടെയും സംഘാടകരുടെയും ഒക്കെ പ്രാർത്ഥനയുടെ ഫലമായി ഇത്ര മനോഹരമായ ഒരു സദസ്സിനെ നമുക്ക് തന്ന പരിശുദ്ധനായ കർത്താവിന് നാം ആദ്യം നന്ദിയും സ്തുതിയും കരേറ്റുന്നു. എല്ലാവരുടെയും പ്രാർത്ഥനയോട് കൂടിയുള്ള സാന്നിധ്യം ഈ പ്രദേശത്തുണ്ടായിരിക്കണം. ഇതൊരു എക്യൂമെനിക്കൽ ഫെലോഷിപ്പ് എന്നുകൂടെ ഞങ്ങൾ മനസ്സിലാക്കുന്നു. സഭാ വിഭാഗം, സഭാ വ്യത്യാസം കൂടാതെ കത്തോലിക്കക്കാരും ലൂതറൻകാരും സൽവേഷൻ ആർമിക്കാരും CSCക്കാരും മർത്തോമക്കാരും മലങ്കുരക്കാരും പെന്തക്കോസ്തുകാരും ഒക്കെ ഒരുമിച്ച് കൂടിയിരിക്കുന്ന ഒരു സദസ്സാണ്. അതുകൊണ്ട് തന്നെ ഇതേറെ അനുഗ്രഹമേറിയ ഒരു സദസ്സാണ്. എല്ലാറ്റിനും ഈ സദസ്സിന് തന്നതിനും ആലോചന തന്നതിനും ഇത്രയധികം ക്രമീകരണങ്ങൾക്ക് അവസരം തന്നതിനും എല്ലാറ്റിനും സർവശക്തനായ ദൈവത്തോട് നന്ദി പറയുന്നു. ഇത് ഞങ്ങളുടെ ആരുടെയും കഴിവല്ല, ഇത് ദൈവം ഞങ്ങൾക്ക് തന്ന കൃപയാണ്, ദാനമാണ് എന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നു. ഒപ്പം ചെന്നൈ ക്രിസ്ത്യൻ മീഡിയ സെൻ്ററിനോടുള്ള ഞങ്ങളുടെ നന്ദിയും കടപ്പാടും ഈ സമയം അറിയിക്കുകയും ചെയ്യുന്നു. എല്ലാവർക്കും നന്ദി പറയുന്നു. അനുഗ്രഹമേറിയ ഒരു പ്രശസ്ത ഗായകൻ ശ്രീ KG മാർക്കോസ് ആണ് ഈ ഗാനമേളയ്ക്ക് നേതൃത്വം കൊടുക്കുന്നത്. അദ്ദേഹം വർഷങ്ങൾക്ക് മുൻപ് ഈ പ്രദേശത്ത് വന്നിട്ടുണ്ട്. എങ്കിലും ഇത്രത്തോളം പ്രശസ്തിയിലെത്തിയതിനു ശേഷം ആദ്യമായിട്ടാണ് ഈ പ്രദേശത്തിലേക്ക് വരുന്നത്. ഈ ഗാനമേളയിൽ അദ്ദേഹത്തിൻ്റെ സാന്നിധ്യം നമ്മളെ ഏറെ സന്തോഷിപ്പിക്കുന്നു. അതുകൊണ്ട് അദ്ദേഹത്തോടുള്ള നമ്മുടെ നന്ദിയും കടപ്പാടും ഒക്കെ ഈ സമയം ആദ്യമേ തന്നെ അർപ്പിക്കുകയും ചെയ്യുന്നു. ഇത്ര നാളും പ്രാർത്ഥിച്ചുകൊണ്ട് ആരംഭിച്ചു, പ്രാർത്ഥിച്ചുകൊണ്ട് ഇവിടം വരെ വന്ന് ഇത്രത്തോളം ക്രമീകരിക്കുവാൻ നമ്മെ സഹായിച്ച പരിശുദ്ധനായ കർത്താവിന് വീണ്ടും ആത്മാർത്ഥമായി തന്നെ നന്ദി പറഞ്ഞുകൊണ്ട് പ്രാർത്ഥിച്ച് ഈ പ്രോഗ്രാം നമുക്ക് തുടങ്ങാം. എല്ലാവർക്കും ഒരു നിമിഷം കണ്ണടച്ച് തലകൾ വണങ്ങി പരിശുദ്ധനായ കർത്താവിനോട് പ്രാർത്ഥിക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന വാഴ്ത്തപ്പെട്ട നല്ല കർത്താവേ, ഞങ്ങൾക്ക് തന്നിരിക്കുന്ന അനുഗ്രഹത്തിൻ്റെ ഈ കൂട്ടായ്മയ്ക്കായി ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു. ദൈവത്തിൻ്റെ കൃപ ഞങ്ങളുടെ മേൽ ഇപ്പോഴും ഉണ്ടായിരിക്കുന്നതിനായി സ്തോത്രം. പല ഭവനങ്ങളിലും പല ഇടവകകളിലും ഇരുന്ന് ദൈവത്തെ ആരാധിച്ചു പോരുന്ന ഞങ്ങൾക്ക് ഒരു കുടുംബത്തിലെ മക്കളെ പോലെ ഒരുമിച്ച് ഈ ഹാളിനുള്ളിലായിരിക്കാൻ അവസരം തന്നതിനായി സ്തോത്രം. യേശുവേ, മനോഹരമായ പാട്ടുകൾ, അങ്ങയുടെ നാമത്തെ പുകഴ്ത്തുന്ന, വാഴ്ത്തുന്ന, അങ്ങയുടെ പ്രവൃത്തികളെക്കുറിച്ച് വർണ്ണിക്കുന്ന, അങ്ങയുടെ സ്നേഹത്തെക്കുറിച്ച് വർണ്ണിക്കുന്ന മനോഹരമായ പാട്ടുകൾ ഈ പ്രിയ മക്കളിലൂടെ ഞങ്ങൾക്ക് ലഭ്യമാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പാട്ടുപാടുന്നവർ, ഓർക്കസ്ട്രയിലായിരിക്കുന്നവർ, ശബ്ദം ക്രമീകരിക്കുന്നവർ എല്ലാവരെയും അനുഗ്രഹിക്കണമേ. നല്ല ശബ്ദം, നല്ല കാലാവസ്ഥ, നല്ല വെളിച്ചം, നല്ല കൂട്ടായ്മ, സമാധാനത്തിൻ്റെ അന്തരീക്ഷം ഒക്കെ ഞങ്ങൾക്ക് ക്രമീകരിച്ച് തരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇതിൻ്റെ വിജയത്തിനായി പല ഭാഗങ്ങളിൽ നിന്നുകൊണ്ട് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നവരെയും ആശീർവദിക്കണമേ. യാത്രയിലായിരിക്കുന്നവരെയും അനുഗ്രഹിക്കണമേ. ആദ്യം മുതൽ അവസാനം വരെയും അങ്ങയുടെ വാസ്തവമായ സാന്നിധ്യം അനുഭവിച്ച് രുചിച്ചറിഞ്ഞ് മടങ്ങുവാൻ ഞങ്ങളെ സഹായിക്കണമേ. യേശു കർത്താവിൻ്റെ നാമത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കൃപയോടെ പ്രാർത്ഥന കേൾക്കണമേ പിതാവേ. ആമേൻ. എല്ലാവരുടെയും അനുവാദത്തോടെ പ്രശസ്ത ഗായകൻ ശ്രീ KG മാർക്കോസിനെ ഈ ഗാനമേളയുടെ നേതൃത്വത്തിനായി ക്ഷണിക്കുന്നു. പ്രിയമുള്ള വിശ്വാസികളെ, സഹോദരന്മാരെ, വളരെ നല്ല ഒരു കാഴ്ചയാണ് ഇവിടെ നിന്നാൽ ഞങ്ങൾക്ക് കാണാൻ സാധിക്കുന്നത്.
ഇത്രയും നല്ലതായിട്ട് പ്രതികരിച്ച നിങ്ങൾ ഓരോരുത്തരോടും പ്രത്യേകമായിട്ട് ഈ അവസരത്തിൽ നന്ദി അറിയിക്കുന്നു. കഴിഞ്ഞ 10-26 വർഷമായിട്ട് രംഗത്ത് പ്രവർത്തിക്കുന്ന ഒരു എളിയ കലാകാരനാണ് ഞാൻ. പക്ഷേ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് ഏറ്റവും കൂടുതൽ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്നത് ഭക്തിഗാനങ്ങളിലാണ്. ഒന്ന്, മനസ്സിന് ഇഷ്ടപ്പെട്ട ധാരാളം ഗാനങ്ങൾ ഈ വേദിയിൽ നിന്നും കിട്ടുന്നുണ്ട്. അതിലുപരി ധാരാളം യുവജനങ്ങളെ കുറച്ചെങ്കിലും സ്വാധീനിക്കാൻ ഞങ്ങൾ പാടുന്ന പാട്ടുകൾക്ക് സാധിക്കുന്നുണ്ട് എന്നുള്ളൊരു ബോധവും ഉള്ളതുകൊണ്ടാണ് ഈ രംഗത്ത് കൂടുതലായിട്ട് ശ്രദ്ധ കേന്ദ്രീകരിച്ച് നിൽക്കുന്നത്. അതിൽ നിങ്ങളുടെ ഏവരുടെയും സഹകരണങ്ങളും പ്രാർത്ഥനകളും ഉണ്ടായതിൽ വളരെ സന്തോഷമുണ്ട്. നിങ്ങളുടെ ഏവരുടെയും ഇഷ്ടഗാനങ്ങളായിരിക്കും ഞങ്ങളിന്ന് കൂടുതലായിട്ടും അവതരിപ്പിക്കുന്നത്. നിങ്ങളുടെ ഏവരുടെയും പ്രാർത്ഥന ഉണ്ടാകണം എന്ന് വളരെ വിനീതമായിട്ട് അഭ്യർത്ഥിച്ചുകൊണ്ട് ഞങ്ങളുടെ ഈ പരിപാടി ആരംഭിക്കുകയാണ്. നിങ്ങളേവർക്കും ഞങ്ങളുടെ നമസ്കാരം. ഇസ്രായേലിൻ നാഥനായി വാഴുമേക ദൈവം, സത്യജീവമാർഗമാണു ദൈവം. മധ്യനായി ഭൂമിയിൽ പിറന്നു സ്നേഹദൈവം, നിത്യജീവനേകിടുന്നു ദൈവം. ഇസ്രായേലിൻ നാഥനായി വാഴുമേക ദൈവം, സത്യജീവമാർഗമാണു ദൈവം. കടലിൽ നീ അന്നു പാത തെളിച്ചു, മരുവിൽ മക്കൾക്ക് മന്ന പൊഴിച്ചു. എരിവെയിലിൽ മേഘത്തണലായി, ഇരുളിൽ സ്നേഹനാളമായി. സീനായ് മാമല മുകളിൽ നീ നീതി പ്രമാണങ്ങൾ പകർന്നേകി. ചെങ്കടലിൽ നീ അന്നു പാത തെളിച്ചു, മരുവിൽ മക്കൾക്ക് മന്ന പൊഴിച്ചു. എരിവെയിലിൽ മേഘത്തണലായി, ഇരുളിൽ സ്നേഹനാളമായി. സീനായ് മാമല മുകളിൽ നീ നീതി പ്രമാണങ്ങൾ പകർന്നേകി. ഇസ്രായേലിൻ നാഥനായി വാഴുമേക ദൈവം, സത്യജീവമാർഗമാണു ദൈവം.
അവതരിച്ചു, മഹിയിൽ ജീവൻ ബലി കഴിച്ചു. തിരുനിണവും ദിവ്യഭോജ്യവുമായി ഈ ഉലകത്തിൻ ജീവനായി വഴിയും സത്യവുമായവനെ നിൻ തിരുനാമം വാഴ്ത്തുന്നു. മനുജനായി ഭൂവിൽ അവതരിച്ചു, മഹിയിൽ ജീവൻ ബലി കഴിച്ചു. തിരുനിണവും ദിവ്യഭോജ്യവുമായി ഈ ഉലകത്തിൻ ജീവനായി വഴിയും സത്യവുമായവനെ നിൻ തിരുനാമം വാഴ്ത്തുന്നു. ഇസ്രായേലിൻ നാഥനായി വാഴുമേക ദൈവം, സത്യജീവമാർഗമാണു ദൈവം. മധ്യനായി ഭൂമിയിൽ പിറന്നു സ്നേഹദൈവം, നിത്യജീവനേകിടുന്നു ദൈവം. അടുത്ത ഗാനം വചനം എന്ന കാസറ്റിൽ നിന്നുള്ളതാണ്. രക്ഷക എൻ്റെ പാപഭാരമെല്ലാം നീക്കണേ. രക്ഷക എൻ്റെ പാപഭാരമെല്ലാം നീക്കണേ. യേശുവേ എന്നും നീതിമാന്റെ മാർഗം നൽകണേ. രക്ഷക എൻ്റെ പാപഭാരമെല്ലാം നീക്കണേ. യേശുവേ എന്നും നീതിമാന്റെ മാർഗം നൽകണേ. ഇടയ വഴിയിൽ നീ അഭയമരുളൂ. രക്ഷക എൻ്റെ പാപഭാരമെല്ലാം നീക്കണേ. യേശുവേ എന്നും നീതിമാന്റെ മാർഗം നൽകണേ. നാഥൻ ചൊരിഞ്ഞ ചോരയിൽ, ക്രൂശിൽ പിടഞ്ഞ വേളയിൽ, നാഥൻ ചൊരിഞ്ഞ ചോരയിൽ ബലിദാനമായിതാ തിരുജീവനേകി നീ. ബലിദാനമായിതാ തിരുജീവനേകി നീ. നാഥാ
യേശുവേ എന്നും നീതിമാന്റെ മാർഗം നൽകണേ. മനസ്സിനേകി നീ സ്നേഹം നിറഞ്ഞ വാക്കുകൾ, നീറും മനസ്സിനേകി നീ സ്നേഹം നിറഞ്ഞ വാക്കുകൾ, ശരണാർത്ഥിയായിതാ തിരുമുൻപിൽ നിന്നു ഞാൻ, ശരണാർത്ഥിയായിതാ തിരുമുൻപിൽ നിന്നു ഞാൻ പാടുന്നു ഏകാകി ഞാൻ. നാഥാ നീ കേട്ടില്ലയോ, കാരുണ്യം ചൊരിയില്ലയോ രക്ഷകാ. എൻ്റെ പാപഭാരമെല്ലാം നീക്കണേ. യേശുവേ എന്നും നീതിമാന്റെ മാർഗം നൽകണേ. രക്ഷകാ എൻ്റെ പാപഭാരമെല്ലാം നീക്കണേ. യേശുവേ എന്നും നീതിമാന്റെ മാർഗം നൽകണേ. ഇടയ വഴിയിൽ നീ അഭയമരുളൂ. രക്ഷകാ എൻ്റെ പാപഭാരമെല്ലാം നീക്കണേ. യേശുവേ എന്നും നീതിമാന്റെ മാർഗം നൽകണേ. Thank you very much. Thank you. Thank you. യഹൂദിയായിലെ ഒരു ഗ്രാമത്തിൽ ഒരു ധനുമാസത്തിൻ കുളിരും രാവിൽ രാവാർത്തിരുന്നു രജപാലക. ദേവനാദം കേട്ടു ആമോദരാ. യഹൂദിയായിലെ ഒരു ഗ്രാമത്തിൽ ഒരു ധനുമാസത്തിൻ കുളിരും രാവിൽ രാപാർത്തിരുന്നോ രജപാലകർ. ദേവനാദം കേട്ടു ആമോദരായി. വർണ്ണരാജികൾ വിടരും വാനിൽ, വെള്ളിമേഘങ്ങൾ ഒഴുകും വാനിൽ. താരക രാജകുമാരിയോടൊത്തന്നു തിങ്കൾ കലപാടി. ഗ്ലോറിയ തിങ്കൾ കലപാടി. ഗ്ലോറിയ.
താരകം തന്നെ നോക്കി ആട്ടിടയർ നടന്നു. താരകം തന്നെ നോക്കി ആട്ടിടയർ നടന്നു. തേജസ് മുന്നിൽ കണ്ടു, അവർ ബേഥലേം തന്നിൽ വന്നു. തേജസ് മുന്നിൽ കണ്ടു, അവർ ബേഥലേം തന്നിൽ വന്നു. രാജാധിരാജന്റെ പൊൻതിരുമേനി തൊഴുത്തിൽ കണ്ടു. വർണ്ണരാജികൾ വിടരും വാനിൽ, വെള്ളിമേഘങ്ങൾ ഒഴുകും വാനിൽ. താരക രാജകുമാരിയോടൊത്തന്നു തിങ്കൾ കലപാടി. മന്നവർ മൂവരും ദാവീദിൻ സുതനേ, മന്നവർ മൂവരും ദാവീദിൻ സുതനേ. കണ്ടു വണങ്ങിടുവാൻ അവർ കാഴ്ചയുമായി വന്നു. കണ്ടു വണങ്ങിടുവാൻ അവർ കാഴ്ചയുമായി വന്നു. ദേവാദിദേവന്റെ തിരുസന്നിധിയിൽ വച്ചു വണങ്ങി. യഹൂദിയായിലെ ഒരു ഗ്രാമത്തിൽ ഒരു ധനുമാസത്തിൻ കുളിരും രാവിൽ രാപാർത്തിരുന്നോ രജപാലകർ. ദേവനാദം കേട്ടു ആമോദരായി. വർണ്ണരാജികൾ വിടരും വാനിൽ, ഒഴുകും വാനിൽ. താരക രാജകുമാരിയോടൊത്തന്നു തിങ്കൾ കലപാടി. ഗ്ലോറിയ അങ്ങു തിങ്കൾ കലപാടി. ഗ്ലോറിയ. താങ്ക് യു വെരി മച്ച്. താങ്ക് യു. മഹത്വം
പുതിയ ഹിറ്റ് സിനിമാ ഗാനങ്ങളിലൂടെ യുവജനങ്ങളുടെ ശ്രദ്ധ പിടിച്ചുപറ്റിയ ഒരു യുവ ഗായകനുണ്ട്. അദ്ദേഹത്തെ ഞങ്ങൾ ഈ വേദിക്ക് പരിചയപ്പെടുത്തുകയാണ്. അൻവർ. അദ്ദേഹം ഇപ്പോൾ മനമുരുകി കരയുന്നവരെ എന്ന് തുടങ്ങുന്ന ഗാനം പാടും. അൻവറിനെ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. മനമുരുകിക്കരയുന്നോരെ കരുണാമയനീശോനാഥൻ സുഖമാക്കിയ കഥകൾ കേൾക്കാൻ ആശിപ്പോരെ കാതോർത്തിയിടൂ. മനമുരുകിക്കരയുന്നോരെ കരുണാമയനീശോനാഥൻ സുഖമാക്കിയ കഥകൾ കേൾക്കാൻ ആശിപ്പോരെ കാതോർത്തിയിടൂ. അന്ധന്മാർ കാണുന്നു, ബധിരന്മാർ കേൾക്കുന്നു, അധരങ്ങൾ വിടരുന്നു സ്തുതികളുമായി. ദുഷ്ടാത്മാവ് ഒഴിയുന്നു, തളർവാദം മാറുന്നു, ആത്മാവിൻ ചൈതന്യം ഒഴുകുമ്പോൾ മനമുരുകിക്കരയുന്നോരെ കരുണാമയനീശോനാഥൻ സുഖമാക്കിയ കഥകൾ കേൾക്കാൻ ആശിപ്പോരെ കാതോർത്തിയിടൂ. വൈദ്യന്മാർ കൈവിട്ട് മാറാത്ത രോഗത്താൽ അലയും മനസ്സോടൊരു വഴിതാ. നാഥന്റെ കാരുണ്യം തേടാനായെത്തുന്നു, രക്തസ്രാവം സുഖമാക്കാൻ. ആയിരങ്ങൾ തിങ്ങുമ്പോൾ മുന്നിൽ നിന്നു യേശുവിൻ വസ്ത്രാഞ്ജനത്തിൽ സ്പർശിച്ചവൾ. ശക്തി ലഭിച്ചെന്നറിവായി രക്ഷകനുടനെ ആരാധ്യം. ആരാണെന്നെ സ്വപ്നം ശാസിക്കാൻ? തൃപ്പാദത്തിൽ വീണുടനെ സത്യം ഏറ്റു പറഞ്ഞപ്പോൾ വിശ്വാസത്തിൻ ഫലമെന്നവൻ അരുളി. തിരുമനസനയുമ്പോൾ വരമൊഴുകുന്നു, അരികിൽ അണയാൻ ദുരിതമകറ്റിടുവാൻ മനമുരുകിക്കരയുന്നോരെ കരുണാമയനീശോനാഥൻ സുഖമാക്കിയ കഥകൾ കേൾക്കാൻ ആശിപ്പോരെ കാതോർത്തിയിടൂ. മനമുരുകിക്കരയുന്നോരെ കരുണാമയനീശോനാഥൻ സുഖമാക്കിയ കഥകൾ കേൾക്കാൻ ആശിപ്പോരെ കാതോർത്തിയിടൂ. അന്ധന്മാർ കാണുന്നു, ബധിരന്മാർ കേൾക്കുന്നു, അധരങ്ങൾ വിടരുന്നു സ്തുതികളുമായി. ദുഷ്ടാത്മാവ് ഒഴിയുന്നു, തളർവാദം മാറുന്നു, ആത്മാവിൻ ചൈതന്യം ഒഴുകുമ്പോൾ മനമുരുകിക്കരയുന്നോരെ കരുണാമയനീശോനാഥൻ സുഖമാക്കിയ കഥകൾ കേൾക്കാൻ ആശിപ്പോരെ കാതോർത്തിയിടൂ. രോഗം തീർക്കാനായി മിശിഹാവേഗം എത്തിയിടാൻ. പാദങ്ങൾ വന്ദിച്ചു, ദാനങ്ങൾ യാചിച്ചു, ഒരുവൻ കേണു സന്നിധിയിൽ. സേവകന്മാർ പാഞ്ഞു വന്നൊരു ദൂതുമായപ്പോൾ വൈകിയല്ലോ നിന്മകൾ പരലോകം പൂകി. കർത്താവുടനെ അരുളുന്നു, വീതിയ ശേഷം പാടില്ല, വിശ്വാസത്താൽ ജീവൻ തേടുമവൾ. വീട്ടിൽ ചെന്ന ബാലികയെ കയ്യാലെ ഉണർത്തുന്നു, മരണത്തിന്മേൽ വിജയം നേടിയവൾ. ഈ അനുഭവം ഇനിയും നമ്മിൽ വന്നാൽ കനിയും നാഥൻ തവ കൃപയൊഴുകി വരും. മനമുരുകിക്ക
കരയുന്നോരെ കരുണാമയൻ ഈശോനാഥൻ സുഖമാക്കിയ കഥകൾ കേൾക്കാൻ ആശിപ്പോരെ കാതോർത്തിയിടൂ. മനമുരുകി കരയുന്നോരെ കരുണാമയൻ ഈശോനാഥൻ സുഖമാക്കിയ കഥകൾ കേൾക്കാൻ ആശിപ്പോരെ കാതോർത്തിയിടൂ. അന്ധന്മാർ കാണുന്നു, ബധിരന്മാർ കേൾക്കുന്നു, അധരങ്ങൾ വിടരുന്നു സ്തുതികളുമായി. ദുഷ്ടാത്മാവ് ഒഴിയുന്നു, തളർവാദം മാറുന്നു, ആത്മാവിൻ ചൈതന്യം ഒഴുകുമ്പോൾ. ഉണർവിൻ വരം ലഭിപ്പാൻ ഞങ്ങൾ വരുന്നു തിരുസവിധേ. നാഥ നിന്റെ വൻ കൃപകൾ ഞങ്ങൾ കരുളൂ അനുഗ്രഹിക്കൂ. നാഥ നിന്റെ വൻ കൃപകൾ ഞങ്ങൾ കരുളൂ അനുഗ്രഹിക്കൂ. ഉണർവിൻ വരം ലഭിപ്പാൻ ദേശമെല്ലാം ഉണർന്നിടുവാൻ യേശുവിനെ ഉയർത്തിടുവാൻ. ദേശമെല്ലാം ഉണർന്നിടുവാൻ യേശുവിനെ ഉയർത്തിടുവാൻ. ആശിഷമാരി അയക്കേണമേ ഈ ശിഷ്യരാം നിന്ദാസരിന്മേൽ. ആശിഷമാരി അയക്കേണമേ ഈ ശിഷ്യരാം നിന്ദാസരിന്മേൽ. ഉണർവിൻ വരം ലഭിപ്പാൻ ഞങ്ങൾ വരുന്നു തിരുസവിധേ. നാഥ നിന്റെ വൻ കൃപകൾ ഞങ്ങൾ കരുളൂ അനുഗ്രഹിക്കൂ. നാഥ നിന്റെ വൻ കൃപകൾ ഞങ്ങൾ കരുളൂ അനുഗ്രഹിക്കൂ. തിരുവചനം ഘോഷിക്കുവാൻ, തിരുനന്മകൾ സാക്ഷിക്കുവാൻ. തിരുവചനം ഘോഷിക്കുവാൻ, തിരുനന്മകൾ സാക്ഷിക്കുവാൻ. ഉണർവിൻ അയക്കേണമേ ഈ ശിഷ്യരാം നിന്ദാസരിന്മേൽ. ഉണർവിൻ
തിരുവചനം ധ്യാനിക്കുവാൻ ശാശ്വത ശാന്തി അയക്കേണമേ. ഈ ശിഷ്യരാം നിന്ദാസരിന്മേൽ ശാശ്വത ശാന്തി അയക്കേണമേ. ഈ ശിഷ്യരാം നിന്ദാസരിന്മേൽ ഉണർവിൻ വരം ലഭിപ്പാൻ ഞങ്ങൾ വരുന്നു തിരുസവിധേ. നാഥാ, നിന്റെ വൻ കൃപകൾ ഞങ്ങൾ കരുളൂ, അനുഗ്രഹിക്കൂ. നാഥാ, നിന്റെ വൻ കൃപകൾ ഞങ്ങൾ കരുളൂ, അനുഗ്രഹിക്കൂ. ഉണർവിൻ വരം ലഭിപ്പാൻ ഞങ്ങൾ വരുന്നു തിരുസവിധേ. നാഥാ, നിന്റെ വൻ കൃപകൾ ഞങ്ങൾ കരുളൂ, അനുഗ്രഹിക്കൂ. നാഥാ, നിന്റെ വൻ കൃപകൾ ഞങ്ങൾ കരുളൂ, അനുഗ്രഹിക്കൂ. ആശ്വാസത്തിൻ ഉറവിടമാം ക്രിസ്തു നിന്നെ വിളിച്ചിടുന്നു, നിന്നെ വിളിച്ചിടുന്നു. ആശ്വാസത്തിൻ ഉറവിടമാം ക്രിസ്തു നിന്നെ വിളിച്ചിടുന്നു, നിന്നെ വിളിച്ചിടുന്നു. ഭാരത്താൽ വലയുന്നോരേ, ആശ്വാസമില്ലാതലയുന്നോരേ, അധ്വാന ഭാരത്താൽ വലയുന്നോരേ, ആശ്വാസമില്ലാതലയുന്നോരേ, ആണിപ്പാടുള്ളവൻ കരങ്ങൾ നീട്ടി നിന്നെ വിളിച്ചിടുന്നു. ആണിപ്പാടുള്ളവൻ കരങ്ങൾ നീട്ടി നിന്നെ വിളിച്ചിടുന്നു. ആശ്വാസത്തിൻ ഉറവിടമാം ക്രിസ്തു നിന്നെ വിളിച്ചിടുന്നു, നിന്നെ വിളിച്ചിടുന്നു.
ആശ്വാസത്തിൻ ഉറവിടമാം ക്രിസ്തു നിന്നെ വിളിച്ചിടുന്നു, നിന്നെ വിളിച്ചിടുന്നു. ആശ്വാസത്തിൻ ഉറവിടമാം ക്രിസ്തു നിന്നെ വിളിച്ചിടുന്നു, നിന്നെ വിളിച്ചിടുന്നു. ഈ അടുത്ത കാലത്ത് ക്രിസ്ത്യാനികളെ ഏറെ സ്വാധീനിച്ച ഒരു ഗാനമാണ് ഇത്രത്തോളം യഹോവ സഹായിച്ചു എന്ന ഗാനം. ഈ ഹാളിൻ്റെ ഉടമയായ ഗ്രേസ് മിനിസ്ട്രിയുടെ ചുമതലക്കാരനായ ബ്രദർ അജിത് കുമാർ എഴുതി സംഗീതം ചെയ്ത ആ ഗാനം നമ്മെ ഏറെ സ്വാധീനിച്ചിട്ടുണ്ട്. നമ്മളൊക്കെ ഇഷ്ടപ്പെടുന്ന, എല്ലാവരും പാടാനറിയാത്തവരും പാടുന്ന വളരെ മനോഹരമായ ഒരു ഗാനമാണ്. ആ ഗാനം ഈ സമയം മാർക്കോസ് പാടുന്നു. ഇത്രത്തോളം യഹോവ സഹായിച്ചു, ഇത്രത്തോളം ദൈവം എന്നെ നടത്തി. ഒന്നുമില്ലായ്മയിൽ നിന്നെന്നെ ഉയർത്തി. ഇത്രത്തോളം യഹോവ സഹായിച്ചു, ഇത്രത്തോളം യഹോവ സഹായിച്ചു. ഇത്രത്തോളം ദൈവം എന്നെ നടത്തി. ഒന്നുമില്ലായ്മയിൽ നിന്നെന്നെ ഉയർത്തി. ഇത്രത്തോളം യഹോവ സഹായിച്ചു. ഹാഗറിനെ പോലെ ഞാൻ കരഞ്ഞപ്പോ, യാക്കോബിനെ പോലെ ഞാൻ അലഞ്ഞപ്പോ. ഹാഗറിനെ പോലെ ഞാൻ കരഞ്ഞപ്പോ, യാക്കോബിനെ പോലെ ഞാൻ അലഞ്ഞപ്പോ. മരുഭൂമിയിൽ എനിക്കു ജീവജലം തന്നെന്നെ ഇത്രത്തോളം യഹോവ സഹായിച്ചു. മരുഭൂമിയിൽ എനിക്കു ജീവജലം തന്നെന്നെ ഇത്രത്തോളം യഹോവ സഹായിച്ചു. ഇത്രത്തോളം യഹോവ സഹായിച്ചു. ഇത്രത്തോളം ദൈവം എന്നെ നടത്തി. ഒന്നുമില്ലായ്മയിൽ നിന്നെന്നെ ഉയർത്തി. ഇത്രത്തോളം യഹോവ സഹായിച്ചു. ഏകനായി നിന്യനായി പരദേശിയാ, നാടും വീടും വിട്ടു ഞാൻ അലഞ്ഞപ്പോ. ഏകനായി നിന്യനായി പരദേശിയാ, നാടും വീടും വിട്ടു ഞാൻ അലഞ്ഞപ്പോ. സ്വന്ത നാട്ടിൽ ചേർത്തുകൊള്ളാമെന്നുരച്ച് നാഥനെന്നെ ഇത്രത്തോളം യഹോവ സഹായിച്ചു. സ്വന്ത നാട്ടിൽ ചേർത്തുകൊള്ളാമെന്നുരച്ച് നാഥനെന്നെ ഇത്രത്തോളം യഹോവ സഹായിച്ചു. ഇത്രത്തോളം യഹോവ സഹായിച്ചു. ഇത്രത്തോളം ദൈവം എന്നെ നടത്തി. ഒന്നുമില്ലായ്മയിൽ നിന്നെന്നെ ഉയർത്തി. ഇത്രത്തോളം യഹോവ സഹായിച്ചു. കണ്ണുനീരും ദുഃഖവും നിരാശയും പൂർണ്ണമായി മാറിടും
അന്നു പാടും ദൂതർ മധ്യേ ആർത്തുപാടും ശുദ്ധരും ഇത്രത്തോളം യഹോവ സഹായിച്ചു. അന്നു പാടും ദൂതർ മധ്യേ ആർത്തുപാടും ശുദ്ധരും ഇത്രത്തോളം യഹോവ സഹായിച്ചു. ഇത്രത്തോളം യഹോവ സഹായിച്ചു. ഇത്രത്തോളം ദൈവം എന്നെ നടത്തി. ഒന്നുമില്ലായ്മയിൽ നിന്നെന്നെ ഉയർത്തി. ഇത്രത്തോളം യഹോവ സഹായിച്ചു. ഇത്രത്തോളം യഹോവ സഹായിച്ചു. ഇത്രത്തോളം ദൈവം എന്നെ നടത്തി. ഒന്നുമില്ലായ്മയിൽ നിന്നെന്നെ ഉയർത്തി. ഇത്രത്തോളം യഹോവ സഹായിച്ചു. എബനേസർ, 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 എബനേസർ. താങ്ക് യു. വളരെ മനോഹരമായ ഭക്തിഗാനങ്ങൾ കേട്ട് ആസ്വദിച്ച് ഇരിക്കുന്ന നിങ്ങളിൽ നിന്ന് അല്പസമയം ഞങ്ങൾ അപകരിക്കുകയാണ്. കാട്ടാക്കടയുടെ മണ്ണിൽ അനുഗ്രഹീതരായ പല കലാകാരന്മാരെയും ഗായകരെയും കൊണ്ടുവന്ന് ഗാനമേള പ്രോഗ്രാമിലൂടെയും മറ്റ് ക്രിസ്തീയ പ്രോഗ്രാമുകളിലൂടെയൊക്കെ പരിചയപ്പെടുത്തുന്ന ഉത്തരവാദിത്വം വളരെ വിശ്വസ്തയോടുകൂടെ ഏറ്റെടുത്തിരിക്കുന്നത് കാട്ടാക്കട ഇമ്മാനുവേൽ ലൂഥറൻ ചർച്ചാണ്. ഇന്ന് ഈ ഗാനമേളയ്ക്ക് നേതൃത്വം കൊടുക്കുന്നത് ശ്രീ KG മർക്കോസ് ആണ്. അദ്ദേഹത്തെ ഈ ഗാനമേളയ്ക്ക് കിട്ടിയത് തന്നെ വളരെ അനുഗ്രഹമായി നാം കരുതുന്നു. അദ്ദേഹത്തെ നമുക്ക് തന്ന ദൈവത്തിന് നാം വീണ്ടും നന്ദി പറയുന്നു. അദ്ദേഹത്തെ ആദരിക്കണമെന്ന താല്പര്യം പലരുടെയും ഭാഗത്തു നിന്ന് പ്രോഗ്രാം തുടങ്ങിയ സമയം മുതലുണ്ടായി. ആ താല്പര്യത്തെ ഞങ്ങൾ മാനിച്ചു അദ്ദേഹത്തെ ആദരിക്കുവാൻ ആഗ്രഹിക്കുന്നു. കാട്ടാക്കട ഇമ്മാനുവേൽ ലൂഥറൻ ചർച്ചിൻ്റെ പ്രസിഡൻ്റായ ശ്രീ ജോസഫ് സാറിനെ അദ്ദേഹത്തെ ആദരിക്കുന്നതിലേക്കായി വേദിയിലേക്ക് സ്നേഹത്തോടെ ക്ഷണിക്കുന്നു. ശ്രീ KG മർക്കോസിനെയും ക്ഷണിക്കുന്നു. ധാരാളം തിരക്കിട്ട പ്രോഗ്രാമിനിടയ്ക്കാണ് ഇങ്ങനെയൊരു നിർദ്ദേശം ഇങ്ങനൊരു ആവശ്യം ശ്രീ മാർക്കോസ് സാറിനോട് നാം പറഞ്ഞു. മിസ്റ്റർ മൈക്കിൾ എറണാകുളത്ത് പോയി ഈ ആവശ്യം അദ്ദേഹത്തോട് ഉന്നയിച്ചു. വളരെ സന്തോഷത്തോടുകൂടി ഈ ആവശ്യം സ്വീകരിച്ചു. നമ്മളോടൊപ്പം ആയിരിക്കുന്ന ശ്രീ മാർക്കോസ് സാറിനെ പ്രത്യേകം നന്ദിയോടെ ഓർക്കുന്നു. നമ്മുടെ പള്ളിയുടെ പേരിനും കൂടിയിരിക്കുന്ന നിങ്ങളുടെ എല്ലാവരുടെ പേരിനുള്ള പ്രത്യേകം നന്ദി ഈ സമയം വീണ്ടും അറിയിക്കുന്നു. താങ്ക് യു. മറ്റൊരു ഗായകനുണ്ട്. ഒരു പാട്ടേ പാടിയിട്ടുള്ളൂ. ഇനിയും ധാരാളം പാട്ട് പാടും. ശ്രീ അൻവറാണ്. അദ്ദേഹം വളരെ തിരക്കുള്ള ഒരു ഗായകനാണ്, അറിയപ്പെടുന്നൊരു ഗായകനാണ്. ഇപ്പോഴത്തെ യുവജനങ്ങളുടെയൊക്കെ ഒരു ഹരമായ ഗായകനാണ്. അദ്ദേഹവും നമ്മുടെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ വന്നു. ശ്രീ അൻവറിനെ ഈ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. ശ്രീ അൻവറിനെ എല്ലാവിധ സ്നേഹത്തോടെയും അദ്ദേഹത്തെ ഈ വേദിയിലേക്ക് ക്ഷണിച്ച് ആദരിക്കുന്നു. താങ്ക് യു. പ്രശസ്ത ഗായകരുടെ പിന്നണിയായി പാടുന്നത് കുറച്ച് കൊച്ചു കുട്ടികളാണ്. ഈ കുട്ടികൾ വളരെ അനുഗ്രഹമേറിയ കലാകാരന്മാരും കലാകാരികളുമാണ്. ഒരു വർഷത്തിന് മുമ്പ് ഞങ്ങൾ രൂപം കൊടുത്ത ലൂഥറൻ ചൈൽഡ് ഇവാഞ്ചലിസം എന്ന സംഘടനയിൽ നിന്ന് പ്രവർത്തിച്ചു വരുന്ന കുട്ടികളാണ്. അവർ മാസത്തിൽ 1-2 പ്രാവശ്യം പല പള്ളികളിൽ സന്ദർശിച്ച് അവർ തന്നെ പാട്ടുപാടി, അവർ തന്നെ പ്രസംഗിച്ച്, അവർ തന്നെ പ്രാർത്ഥിച്ച് ശുശ്രൂഷ സുവിശേഷീകരണത്തിലെ പങ്കാളിത്തം കുട്ടികൾക്കുണ്ടാകണമെന്ന താല്പര്യത്തോടു കൂടി രൂപം കൊടുത്തൊരു സംഘടനയാണ്. ധാരാളം ഇടങ്ങളിൽ പോകുന്നുണ്ട്, ധാരാളം പ്രോഗ്രാം അവതരിപ്പിക്കുന്നുണ്ട്. ആ കുട്ടികൾ എല്ലാവരും ഇവിടെയുണ്ട്. ആ കുട്ടികൾക്ക് മർക്കോസ് സാറിനോട് പാടാൻ
ഒരവസരം ലഭിച്ചു. അതിൽ അവർ വളരെ വളരെ സന്തോഷമാണ്. ഞങ്ങൾക്കും അതിൽ വളരെ സന്തോഷമാണ്. ആ കുഞ്ഞുങ്ങളെ സ്നേഹപൂർവ്വം വേദിയിലേക്ക് ക്ഷണിക്കുന്നു. സൗമ്യ കുറ്ററ, രമ്യ ബ്രൂസ്, സജിത, സോനു, മിഥുൻ, ബിൻസി, മനീഷ മൈക്കിൾ, ഓർക്കസ്ട്രയിലായിരിക്കുന്ന കലാകാരന്മാരെ ഈ സമയം നാം ഓർക്കാതിരിക്കുന്നത് നന്നല്ല എന്ന് വിശ്വസിക്കുന്നു. നമ്മുടെ സാമ്പത്തിക ബാധ്യത പരിഹരിക്കേണ്ടതിനായി ഇങ്ങനെയൊരു പ്രോഗ്രാം നടത്തുന്നു, സഹായിക്കണമെന്ന് ആവശ്യപ്പെട്ടപ്പോൾ യാതൊരു പ്രതിഫലവും ഇച്ഛിക്കാതെ സന്തോഷപൂർവ്വം നമ്മുടെ ക്ഷണം സ്വീകരിച്ച് നമ്മളോടൊപ്പം ആയിരിക്കുന്ന ഓർക്കസ്ട്രയിലെ എല്ലാ അംഗങ്ങളെയും നാം ഈ സമയം സ്നേഹപൂർവ്വം ഓർക്കുന്നു. കീബോർഡ് മിസ്റ്റർ സുനിൽ, ഫ്ലൂട്ട് ഞങ്ങളുടെ പള്ളിയിൽ അങ്ങനെ തന്നെ എങ്കിലും ആദരിക്കുന്നു സ്നേഹത്തോടെ മിസ്റ്റർ രമേശ്. വയലിൻ മിസ്റ്റർ വിനോദ്. മിസ്റ്റർ ജോയ്. മിസ്റ്റർ സാവിയോ. ഗിത്താർ മിസ്റ്റർ പ്രകാശ്. മിസ്റ്റർ ശ്രീകുമാർ. റിതം കമ്പോസർ മിസ്റ്റർ സക്കറിയ. റിതം പാഡ് മിസ്റ്റർ ജോയിയാണ് ഞങ്ങളുടെ പള്ളിയുടെ ഖജാൻജി. ഈ പ്രോഗ്രാമിൽ നിറഞ്ഞ സദസ്സിന് ഏറ്റവും പ്രധാനപ്പെട്ട സൂത്രധാരകൻ ഞാനല്ല, പ്രോഗ്രാം കൺവീനർ മിസ്റ്റർ മൈക്കിളും അല്ല. ധൈര്യത്തോടെ ഞങ്ങൾ പറയുന്നത് മിസ്റ്റർ ജോയിയാണ്. വളരെ താല്പര്യപൂർവ്വം തൻ്റെ യുവത്വം ഈ പള്ളിക്ക് വിനിയോഗിച്ച മിസ്റ്റർ ജോയിയെ നാം ഈ സന്തോഷത്തോടെ ഓർക്കുന്നു. നന്ദി, നമസ്കാരം. തബല 3 പേരുണ്ട്. അതിൽ പ്രോഗ്രാം കൺവീനർ മിസ്റ്റർ മൈക്കിളിനെ എത്ര നന്ദി പറഞ്ഞാലും മതി വരികയില്ല. ഈ പ്രോഗ്രാമിൻ്റെ മുഴുവൻ ചുമതലയും അദ്ദേഹത്തിൻ്റെ നിയന്ത്രണത്തിലാണ് പോയത്. ഏറെക്കുറെ പേരെ സമീപിച്ചതും പാസുകൾ കൊടുത്തതും പണം സ്വരൂപിച്ചതും ഒക്കെ അദ്ദേഹത്തിൻ്റെ സ്വാധീനത്താലും അദ്ദേഹത്തിൻ്റെ ആലോചനയാലും അദ്ദേഹത്തിൻ്റെ അശാന്തമായ പരിശ്രമത്താലുമാണ്. അതുകൊണ്ട് മിസ്റ്റർ മൈക്കിളിനെ ഈ സമയം നിങ്ങളുടെ എല്ലാവരുടെയും അനുവാദത്തോടുകൂടി മൈക്കിൾ അവസാനം നിങ്ങളോട് സംസാരിക്കും. എങ്കിലും ഇപ്പോൾ സ്നേഹത്തോടുകൂടെ ക്ഷണിക്കുന്നു. മറ്റൊന്ന് മിസ്റ്റർ ബർട്ടി, പിന്നെ മിസ്റ്റർ ജെയിൻ എന്നിവരെയാണ്. അവർ ഞങ്ങളുടെ പള്ളിക്കാരാണ്, പള്ളിയുടെ പ്രധാനികളാണ്. ഒരാളൊരു പുരോഹിതൻ്റെ മകനും കൂടെയാണ്, ജോൺ തമ്പി അച്ഛൻ്റെ മകനും കൂടെയാണ്. രണ്ടുപേരെയും ഞങ്ങൾ ഈ സമയം സ്നേഹത്തോടു കൂടെ ഓർക്കുന്നു. രണ്ടുപേരെയും സ്നേഹത്തോടെ ക്ഷണിക്കുന്നു.
ഇനി സമയം അധികം എടുക്കുന്നില്ല. പ്രധാനപ്പെട്ട 2 പേരെ കൂടെ ഞങ്ങൾ ഓർക്കുന്നു. ഒന്ന്, 2 ദിവസത്തിന് മുമ്പ് ഈ ഹാള് സന്ദർശിച്ച് ഇവിടുത്തെ ശബ്ദ ക്രമീകരണത്തെക്കുറിച്ച് വേണ്ടത്ര വിലയിരുത്തി വേണ്ട ശബ്ദം ഇപ്പോൾ ക്രമീകരിച്ചു കൊണ്ടിരിക്കുന്നത് മിസ്റ്റർ ടെന്നിസനാണ്. അദ്ദേഹത്തെ നിങ്ങൾക്ക് ഏറെ പേർക്കും അറിയാൻ സാധ്യത ഇല്ല എന്ന് വിശ്വസിക്കുന്നു. അദ്ദേഹം വളരെ ഈ നമ്മുടെ രാജ്യത്തും വിദേശത്തുമൊക്കെ അറിയപ്പെടുന്ന ഒരു വളരെ വലിയ കലാകാരനാണ്. അദ്ദേഹം ധാരാളം പ്രധാനപ്പെട്ട വിദേശ പ്രോഗ്രാമുകൾക്കൊക്കെ ശബ്ദം ക്രമീകരിക്കുന്ന ഒരു കലാകാരനാണ്. എത്ര നന്ദി പറഞ്ഞാലും അത് വരികില്ല. ഇവിടെ വന്ന് എത്ര വാഴ്സിൻ വേണം എന്നൊക്കെ നോക്കി വേണ്ടത്ര ആലോചനകളും നിർദ്ദേശങ്ങളൊക്കെ ഞങ്ങൾക്ക് നൽകി എല്ലാം ക്രമീകരിച്ചു കൊണ്ടിരിക്കുന്നത് മിസ്റ്റർ ടെന്നിസനാണ്. മിസ്റ്റർ ടെന്നിസനെ സ്നേഹപൂർവ്വം ഈ സമയം സ്റ്റേജിലേക്ക് ക്ഷണിക്കുന്നു. ഞങ്ങളുടെ പള്ളി പ്രതിഷ്ഠ മുതൽ ഇങ്ങോട്ട് ധാരാളം പ്രധാനപ്പെട്ട പ്രോഗ്രാമുകൾ നടന്നിട്ടുണ്ട്. ഈ പ്രോഗ്രാമുകൾക്കൊക്കെ ഹൈ ക്വാളിറ്റി ആൽബം ഞങ്ങളുടെ കയ്യിലുണ്ട്. ഇത് ഞങ്ങൾ അല്പം പോലും ഒരു കാശ് പോലും ഞങ്ങൾ മുടക്കിയതല്ല. ഇത് കാണിക്കുകയെന്നോണം ഞങ്ങൾക്ക് ചെയ്തു തന്നത് മിസ്റ്റർ ഡിക്സനാണ്. ഇന്നും ഇവിടുത്തെ ആഡിയോ വീഡിയോ ക്യാമറകളുടെയൊക്കെ ചുമതലകൾ നിർവഹിക്കുന്നതും ഡിക്സനാണ്. ഇതും ഡിക്സന്റെ പ്രതിഫലം ഇച്ഛിക്കാത്തൊരു പ്രയത്നമാണ് എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. ഡിക്സനെ ഈ സമയം സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. ഇന്നത്തെ കുട്ടികളെ കൊച്ചുകുട്ടികൾക്ക് പ്രശസ്ത ഗായകരോടൊപ്പം പാടുന്നതിന് വേണ്ടുന്ന നേതൃത്വം കൊടുത്തുകൊണ്ടിരിക്കുന്നത് മിസ്സസ് സുഗു ആണ്. സുഗു നല്ലൊരു ഗായകനാണ്. ഈ പ്രദേശത്തൊക്കെ അറിയപ്പെടുന്ന ഒരു ഗായകനാണ്. ഒരു ആത്മീയ ഗായകനാണ്. സുഗുവിനെ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. കാലിത്തൊഴുത്തിൽ പിറന്നവനെ എന്ന് തുടങ്ങുന്ന ഗാനം ഈ സമയം പ്രമീള പാടുന്നു.
അന്നാരാവിൽ പൊന്നേശുവിനെ കണ്ടാനന്ദിച്ച് ആട്ടിടയർ അന്നാരാവിൽ പൊന്നേശുവിനെ കണ്ടാനന്ദിച്ച് ബത്ലഹേമിൻ പൊന്നോമന ആരാധ്യന ഉണ്ണിയേശു പൊൻതാരശോഭയോടെ പൈതലായി പിറന്നു. ആട്ടിടയർ അന്നാരാവിൽ പൊന്നേശുവിനെ കണ്ടാനന്ദിച്ചേ. ആട്ടിടയർ ഒന്നായി കൂട്ടുകൂടി നിന്ന് പാട്ടുപാടി വാഴ്ത്തി പൈതലേശുവിനെ. പാട്ടുകേട്ടു വന്നു വീട്ടാരാകണം, കണ്ണു ചെമ്മി നിന്നു പുൽക്കൂട്ടിനുള്ളിൽ പാടിടാം 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 ഹല്ലേലൂയ. ആട്ടിടയർ അന്നാരാവിൽ പൊന്നേശുവിനെ കണ്ടാനന്ദിച്ചേ. പൊന്നുമീറയുമായി മൂന്നു രാജാക്കന്മാരാരാധ്യൻ തന്നെ ചെന്നു കണ്ടു വാഴ്ത്തി പൊന്നേശുവിനെ. പ്രവചനങ്ങളെല്ലാം സത്യമായി വന്നു. യേശുവേ രക്ഷക, യേശുവേ രക്ഷക, ആരാധന. ആട്ടിടയർ അന്നാരാവിൽ പൊന്നേശുവിനെ കണ്ടാനന്ദിച്ചേ. ബത്ലഹേമിൻ പൊന്നോമന ആരാധ്യന ഉണ്ണിയേശു പൊൻതാരശോഭയോടെ പൈതലായി പിറന്നു. ആട്ടിടയർ അന്നാരാവിൽ പൊന്നേശുവിനെ കണ്ടാനന്ദിച്ചേ. Thank you.